നമസ്കാരം. കോൺക്രീറ്റ് കോട്ട കെട്ടി അതിന്മേൽ കാരമുള്ള് പാകിയിട്ടും യന്ത്രവണ്ടുകളിൽ നിന്ന് കണ്ണീർ വാതകം കണക്കില്ലാതെ വർഷിച്ചിട്ടും ദിവസങ്ങളോളമായി സമര വാർത്തകൾ ലോകമറിയാതിരിക്കാൻ ഇൻ്റർനെറ്റ് ബന്ധങ്ങൾ വിച്ഛേദിച്ചിട്ടും കർഷക പ്രക്ഷോഭത്തിൻ്റെ വീര്യം കുറയുന്നില്ല എന്നു വന്നതോടെ പുതിയ പൂട്ടുമായി ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കർഷകരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളും പോസ്റ്റുകളും ബ്ലോക്ക് ചെയ്യണമെന്ന ആവശ്യമാണ് സാമൂഹ്യ മാധ്യമ നടത്തിപ്പുകാരോട് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഈ അഭ്യർത്ഥനയോട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. കർഷകരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട 177 അക്കൗണ്ടുകൾക്ക് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് നിർദ്ദേശം നൽകിയിരുന്നു. ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ എക്സ് പ്രതിജ്ഞാബദ്ധമാണെന്ന മറുപടിയാണ് അവർ നൽകിയത്. എങ്കിലും സർക്കാർ അഭ്യർത്ഥന മാനിച്ച് ഈ അക്കൗണ്ടുകളും പോസ്റ്റുകളും ഇന്ത്യയിൽ മാത്രം ഞങ്ങൾ തടഞ്ഞുവെക്കും എന്നും എക്സ് അറിയിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടയിടുന്ന നടപടിയായതിനാൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് തങ്ങൾ അത് ചെയ്യുന്നതെന്നും എക്സ് അറിയിച്ചു. ഇന്ത്യൻ സർക്കാരിൻ്റെ തടയൽ ഉത്തരവുകളെ എതിർക്കുന്ന രേഖാമൂലമുള്ള അപ്പീൽ ഇപ്പോഴും തങ്ങളുടെ പരിഗണനയ്ക്കായി കാത്തിരിക്കുകയാണെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് അറിയിച്ചു. വിളകൾക്ക് മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ്, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളൽ എന്നിവ ഉൾപ്പെടെ അവകാശങ്ങൾക്കായി രാജ്യവ്യാപകമായി കർഷകർ അണിനിരക്കുന്ന സമരം സംഘർഷപൂർണ്ണമായതോടെ കർഷക നേതാക്കൾ ദേശീയ തലസ്ഥാനത്തേക്കുള്ള മാർച്ച് 2 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ബുധനാഴ്ച പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ഒരു പ്രതിഷേധ സ്ഥലത്തുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു പ്രതിഷേധക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും ഏകദേശം 12 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ തീരുമാനം. കർഷകരുമായുള്ള സംഘർഷത്തിനിടയിൽ ഹരിയാന സർക്കാർ ബുധനാഴ്ച 7 ജില്ലകളിലെ മൊബൈൽ ഇൻ്റർനെറ്റ് ബൾക്ക് SMS സേവനങ്ങൾക്കുള്ള നിരോധനം ഫെബ്രുവരി 23 വരെ നീട്ടി. ഹരിയാന ഭരണകൂടം പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് ബൾക്ക് SMS-ഉം മൊബൈൽ നെറ്റ്വർക്കുകളിൽ വോയിസ് കോളുകൾ ഒഴികെയുള്ള എല്ലാ ഡോങ്കിൾ സേവനങ്ങളും അംബാല, കുരുക്ഷേത്ര, കൈത്താൽ ജില്ലകളിലെ അധികാര പരിധിയിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. മൊബൈൽ ഫോണുകളിലും SMS-കളിലും വാട്സാപ്പ്, ഫേസ്ബുക്ക്, എക്സ് തുടങ്ങിയ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തെറ്റായ വിവരങ്ങളും കിംവദന്തികളും പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനും 7 ജില്ലകളിലെ ക്രമസമാധാന പാലനത്തിനും പൊതുസമാധാനത്തിനും ഭംഗം സംഭവിക്കുന്നത് തടയുന്നതിനും വേണ്ടിയാണ് നിരോധന ഉത്തരവ് നീട്ടിയതെന്നാണ് പോലീസ് അവകാശപ്പെട്ടത്. ഇതിനിടെ ഡാറ്റാ സിംഗ് ഖനൌരി അതിർത്തിയിൽ ഡൽഹി ചലോ മാർച്ചിനിടെ പ്രതിഷേധിച്ച കർഷകരും ഹരിയാന പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 12 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ഒരു ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഡാറ്റാ സിംഗ് ഖനൌരി അതിർത്തിയിൽ പ്രതിഷേധക്കാർ എല്ലാ ഭാഗത്തു നിന്നും പോലീസുകാരെ വളയുകയും അവർ മുളകുപൊടി ഒഴിച്ച് കത്തിക്കുകയും വടികളും കല്ലും എറിഞ്ഞ് 12 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചു. വിഷമുള്ള പുക പ്രദേശത്തെ ദൃശ്യപരത കുറയ്ക്കുക മാത്രമല്ല, ക്രമസമാധാന പാലനത്തിനുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്ന് പോലീസ് പ്രതിഷേധക്കാരോട് ആവശ്യപ്പെട്ടു. കണ്ണീർവാതകത്തിൻ്റെ എരിവും അസ്വസ്ഥതയും എപ്രകാരമായിരിക്കുമെന്ന് പോലീസുകാരെ ബോധ്യപ്പെടുത്താൻ മുളക് പ്രയോഗം നടത്തിയാണ് കർഷകർ തിരിച്ചടിച്ചത്. ഓരോ ദിവസം പിന്നിടുമ്പോഴും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കർഷക സമരം 2 ദിവസത്തിന് ശേഷം പുനരാരംഭിക്കുമോ, അതിനു മുമ്പ് ചർച്ചയിലൂടെ സർക്കാർ പരിഹാരം കാണുമോ എന്ന് കാത്തിരുന്ന് കാണാം.